സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമതയും കൂടെ നടക്കുകയും സ്നേഹത്തിന് അന്യനും പൊറുക്കുകയും ചെയ്യുവിൻ. എഫെസ്യർ 4:2 വാക്യം. പൗലോസ് വിവാഹത്തെ സഭയുടെ ഒരു രൂപാത്മകമായി ഉപയോഗിക്കുന്നു. എഫെസ്യർ 5:21-31 വാക്യങ്ങളിൽ. അതിന് തക്കതായ കാരണമുണ്ട്. വിവാഹം പോലെ സഭ വളരെ വ്യത്യസ്തരായ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അവരോട് താഴ്മയും ക്ഷമയും വളർത്തിയെടുക്കുവാനും സ്നേഹത്തിൽ അന്യനും പൊറുപ്പാനും ആവശ്യപ്പെടുന്നു. കൂടാതെ വിവാഹത്തിലെന്ന പോലെ വിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും സേവനത്തിലും പങ്കിട്ട അടിത്തറ ഒരു സഭയെ ഏകീകൃതവും പക്വതയുള്ളതാക്കുവാൻ സഹായിക്കുന്നു. ബന്ധങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ നിരാശ ഉണ്ടാക്കും. സഭയിലും വിഭാഗത്തിലും എന്നാൽ നന്നായി കൈകാര്യം ചെയ്യുവാൻ ക്രിസ്തുവിനെ പോലെ ആവാൻ നമ്മെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ നേട്ടത്തിനായി പ്രവർത്തിപ്പാൻ അവയ്ക്ക് കഴിയും. നിങ്ങളെ പങ്കാളിയെക്കുറിച്ചോ അടുത്ത സുഹൃത്തിനെക്കുറിച്ചോ ചിന്തിക്കുക. നിങ്ങളുടെ വ്യത്യാസങ്ങൾ നിങ്ങൾ വളരുവാൻ എങ്ങനെയാണ് സഹായിച്ചത്? ഇനി നിങ്ങളുടെ സഭയെക്കുറിച്ച് ചിന്തിക്കുക. അതിലെ അംഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ദൈവഭക്തി വളർത്തിയെടുക്കുവാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നു? പ്രാർത്ഥിക്കാൻ. സ്വർഗീയ പിതാവേ, ഞാനും ക്രിസ്തു പോലുള്ള മറ്റു സഹോദരന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾ പക്വത പ്രാപിപ്പാൻ സഹായിക്കുന്നതിനായി ദയവായി എന്നെ ഉപയോഗിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു.